എല്ലാ കൂട്ടുകാർക്കും സോനു നികേഷ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്, വിഷുവിൻ്റെ അന്ന് കണ്ടതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായി കണ്ടിട്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നു, ഇപ്പം എണീറ്റിട്ടേ ഉള്ളൂ. രണ്ടാളും ഇങ്ങനെ എണീറ്റിട്ട് ഇങ്ങനെ ബെഡിൽ കിടക്കുക. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ദിവസം, കൊച്ചു ദിവസം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പരമാവധി കുറച്ച് ലെങ്തി ആയിട്ട് വീഡിയോ ഇടാൻ നോക്കാം, കാരണം കുറേ റിക്വസ്റ്റുകൾ വന്നു. ഇപ്പം അടുത്ത ഇടയായിട്ടൊക്കെ ചെറിയ വീഡിയോസ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആക്കാൻ നോക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസം എങ്ങനെയാവുമെന്ന് ഞങ്ങൾക്ക് തന്നെ പിടുത്തമില്ല. ഇന്ന് രണ്ടാൾക്കും ഓഫാണ്. എനിക്ക് കുറച്ച് പണിയുണ്ട് ഇടയിൽ, എന്നാലും ഓഫാണ്. സോനുട്ട അപ്പൊ എനിക്കല്ലേ, നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് തുടങ്ങാം. ശരി, എനിക്ക് തന്നേ. അപ്പൊ തുടങ്ങാം കേട്ടോ. ഇന്നത്തെ ദിവസം കാണാവൂ. ഐസ്ക്രീം കഴിച്ചിട്ട് പുറത്തു പോകാൻ. അയ്യോ, ഇന്നപ്പോ ഞങ്ങള് ദോശയാണ് രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത്. ദോശക്കപ്പം സാമ്പാർ നേരത്തെ ഉണ്ടാക്കി വെച്ചതാ. അപ്പൊ ഞാൻ ഫ്രിഡ്ജ് വെച്ചിരുന്നു. അപ്പൊ അതിന് എടുത്തൊന്ന് മൈക്രോവേവ് വെച്ചൊന്ന് ചൂടാക്കിയാൽ മതി. പിന്നെ ചായ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ നോക്കട്ടെ. നികേഷ് ചേട്ടൻ ആ സമയത്ത് വേണ്ടി കുളിക്കാൻ പോവാന്നല്ലേ പറഞ്ഞു? ഞാൻ കുളിക്കാൻ പോവാ. കുളിച്ചിട്ട് വന്നു. ശരി. അങ്ങനെ ഞങ്ങളുടെ ദോശ, സാമ്പാർ, പിന്നെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നികേഷ് ചേട്ടൻ ഇനി കുളിച്ച് വന്നിട്ട് കഴിക്കാൻ തുടങ്ങാം. സോനു ഉണ്ടാക്കുന്ന ദോശ എന്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് സോനു ദോശ ഉണ്ടാക്കുമ്പോ അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തോന്നാറുണ്ട്. ഞാൻ സോനുവിനോട് പറയാറുണ്ട്. ദോശ കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കഴിക്കാം, നമുക്ക് സാമ്പാറാട്ടോ. കുറച്ച് വെച്ചാൽ മതി മതി. ഞാൻ വെച്ച കഴിക്കാം. ഈ മഗ് ഞങ്ങക്ക് രോഹിണി പ്രസന്റ് ചെയ്തതാണ്. രോഹിണി അവിടുന്ന് കൊണ്ടുവന്നതാണ് ഞങ്ങക്ക് വേണ്ടിയിട്ട് പ്രത്യേകം. അപ്പൊ ഞങ്ങക്ക് ഒരുപാട് സന്തോഷമായി. രോഹിണി ഇത് ഒരേപോലത്തെ. അപ്പൊ ഇന്നുമ്പോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഇങ്ങനെയുള്ള ഒരു വീഡിയോ, അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത് അല്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഭയങ്കര എനിക്കും അത് ഒത്തിരി ഇഷ്ടമായി. ഇത് രോഹിണി ഇതേ കേട്ടോ. ഞങ്ങളിപ്പോ സ്ഥിരം ഇതിലാണ് കുടിക്കണത്. ചായ കുടിക്കണതൊക്കെ ഇതിലാണ് സ്ഥിരം. ചായ കുടിക്കട്ടെ. നമുക്ക് എന്താ പരിപാടി? കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. ഉച്ചക്ക് നമുക്ക് എന്താ, നമുക്ക് മാറ്റി ഒന്ന് പരീക്ഷിച്ചാലുണ്ട്.
എന്ന് ഞങ്ങള് ചോറ് ഉണ്ണാറ് ഉച്ചക്ക് ഒരു ബിരിയാണി കഴിക്കും. ബിരിയാണി പുറത്തുനിന്ന് കഴിക്കാറുണ്ട്, എന്നാലും ഇവിടെ ഒന്നും ഉണ്ടാക്കിയാലും ഒത്തിരി നാളായി ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട്. ബിരിയാണി ആവട്ടെ, ചിക്കനോ? ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളത്. ചിക്കൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി നന്നായിരുന്നു. ഞാൻ രണ്ടവണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടാക്കിയപ്പോ നന്നായിരുന്നു. അടച്ചുടയില് പോവാ. ഇവിടെ അമ്മ പോയ കടയിൽ പോവാം, അവര് വന്നിട്ട് മേടിക്കുന്നുണ്ട്. അമ്മ എന്ത് പറഞ്ഞു വിശേഷങ്ങളൊക്കെ? അമ്മ സുഖം. അമ്മയും അമ്മയുടെ കൂട്ടുകാരികളൊക്കെ കൂടിയിട്ട് 7-ാം തീയതി ഒരു സുഹൃത്തിനെ കാണാൻ പോകുന്നത്, വയ്യാതിരിക്കണ ഒരു സുഹൃത്തിനെ. അവിടെ തൃശ്ശൂർ തന്നെ, ഗുരുവായൂര്. ഒരുമിച്ച് കോളേജിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന. അപ്പൊ അമ്മ ആ വിശേഷങ്ങളൊക്കെ ഒന്നിങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, സോനു എവിടെ എന്നൊക്കെ ചോദിച്ചു. ഒത്തിരി ആൾ കൂടി രണ്ടുപേർക്കും ഒരുമിച്ച് ഒരു ഓഫ് കിട്ടണ, അതാണ് ഒന്ന് വീഡിയോ എടുത്തേക്കെന്ന് വിചാരിച്ചു. എന്താന്ന് വെച്ചാൽ അതാ കുറെ ഇപ്പൊ ലേറ്റ് ആയി ഒരു വീഡിയോ ഇട്ടിട്ട് നമ്മളല്ലേ. രണ്ടുപേർക്കും ഒരുമിച്ച് ഓഫ് കിട്ടണില്ല, എങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റൂ. ഇതേ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തോരം മെസ്സേജാ, അത് ലെങ്തി ആയിട്ടൊന്നും എടുക്കാൻ പറ്റാറില്ല. ഇന്ന് നമുക്ക് നോക്കാട്ടോ. സോനുവിന്റെ വീട്ടില് രോഹിണി പോവായി ഞായറാഴ്ച സൗദി. അപ്പൊ അമ്മച്ചി ഒക്കെ വിഷമത്തിലാണ്, മനുവൊക്കെ കുറച്ച്. ഭയങ്കര വിഷമത്തിലാണ്. സൗദിയിലെ നഴ്സാണ് രോഹിണി. അപ്പൊ ഇപ്പൊ ഈ 1-ാം തീയതി പോവും. ഇനി ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് ഞങ്ങൾ വിഷമത്തിലാ. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് കുറെ നേരം വർത്താനം പറഞ്ഞ് വിഷു ഒക്കെ എല്ലാരും കൂടി അടിച്ചു പൊളിച്ച്. രോഹിണിയാണ് വിഷുക്കണിയൊക്കെ ഒരുക്കിയത്, ഒത്തിരി ബുദ്ധിമുട്ടിയിട്ട് അല്ലേ. അത് ഭയങ്കര നമുക്ക് ഓർക്കുമ്പോ മിസ് ചെയ്യുന്നു അല്ലേ സോനു? ഞങ്ങള് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങുകയാണ്. ഇവിടെ അടുത്താണ് എടച്ചിറ. അപ്പൊ അവിടെയാണ് ഇപ്പൊ ഞങ്ങള് ഷോപ്പിങ്ങിന് പോണത്. അവിടുന്ന് ചിക്കൻ മേടിക്കണം. ചിക്കൻ മേടിച്ചിട്ട് വിമാർട്ട് സൂപ്പർ മാർക്കറ്റിലൊന്ന് കയറണം. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ വാങ്ങിച്ചിട്ട് വരാം. സോനു നമുക്ക് പരിപാടി ഉണ്ട് ഇപ്പൊ. വേറെ പുറത്ത് എനിക്ക് ഉച്ചകഴിഞ്ഞാണി ഒന്ന് മുടിയൊക്കെ വെട്ടാൻ. ഞാനും വരാം കൂടെ. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാം. ഇപ്പൊ നമുക്ക് വേഗം പോയിട്ട് വാങ്ങിട്ട് വരാം. ഭയങ്കര വെയിൽ, ഒരു രക്ഷയില്ല. വെയിൽ തുടങ്ങി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും തന്നെ വേർത്ത് തുടങ്ങി. അതെ, കുളിച്ച് കഴിയുമ്പോ തന്നെ തീരെ ചൂടൊന്നും പറ്റേയില്ല. അടുത്തുകൂടെ പോകാൻ പറ്റില്ല. ഈ ചൂട് തട്ടിയിട്ടാന്ന് തോന്നുന്നു എന്റെ മുഖത്ത് ഈ സൈഡൊക്കെ ഇങ്ങനെ കറുപ്പ് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചൂട് തട്ടിയിട്ട്. എന്തായാലും അപ്പൊ നമുക്ക് പോയിട്ട് വരാം. പോയിട്ട് വരാം, വന്നിട്ട് കാണാം. അങ്ങനെ കോഴി മേടിച്ചിട്ട് ഞങ്ങള് സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടി സ്ഥിരം വരുന്നതാണ് ഇവിടെ, വിമാർട്ട് സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ അവിടേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് എടുക്കാം. അതെ, ശരി. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് ഒരു ചിക്കൻ ബിരിയാണി. അപ്പൊ പോവാം നമുക്ക്. ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചത്, കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അതിൽ ചക്കപ്പഴം കണ്ടപ്പോ വാങ്ങിച്ചു. ചെറിയൊരു കട്ടക്ക് 84 രൂപ. കൂടി 10-15 പീസേ ഉണ്ടാവുള്ളൂ. കൊതിയോടെ വാങ്ങിയതാ. പിന്നെ ഇത് നമുക്ക് 4 മണി ചായക്ക് കൊഴുക്കട്ടയും അതെ. പിന്നെ ഇത് ഈന്തപ്പഴം, ഇത് മാങ്ങ. ഇതൊക്കെ നമ്മുടെ വീട്ടിലിഷ്ടം പോലെയുള്ളതാണ്, പക്ഷെ ഇവിടെ കിട്ടാനില്ലല്ലോ. അപ്പൊ വാങ്ങിച്ചു മാങ്ങ.
പേരക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സോനുവിന് ഇഷ്ടമാണ്. ആപ്പിള്, ഇത് അടുക്കള സാധനം, പയറ്. സോനു ഇതെന്താ സോനു? അത് ബേ ലീഫാ. ബേ ലീഫ് ബിരിയാണിക്കത്തിടാ. പഴം, ഇത് ധർമ്മസഹായ. അവിടെ സോനുവിനോട് കപ്പളങ്ങാപ്പഴം. കപ്പളങ്ങാപ്പഴം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ധർമ്മസഹായ. പഴുത്തിട്ടില്ല കേട്ടോ സോനു. 2 ദിവസം എടുക്കും പുറത്ത് വെച്ചാ. പിന്നെ ഇത് ചെറിയ കടല, നമുക്ക് 4 മണിക്കൊക്കെ തിന്നാം. ഇത്രയേ ഉള്ളൂ, ഇത്രയും വാങ്ങിച്ചത്. ചക്കപ്പഴം ഇപ്പൊ തിന്നാട്ടോ. ചക്കപ്പഴം പൊളിക്കാം, നമുക്ക് ചക്കപ്പഴം പൊളിക്കാം. കഴിച്ചോ? ചക്കപ്പഴം അവിടെ കണ്ടപ്പോ തന്നെ ഞാൻ ബിരിയാണി റെഡിയാക്കാൻ നോക്കട്ടെ. കഴിച്ചോ? വരിക ചക്കച്ചുളയാന്ന് തോന്നുന്നു. കുറച്ചേ ഉള്ളൂ കേട്ടോ. എന്താല്ലേ വീട്ടിലൊക്കെ കിട്ടുമ്പോ നമുക്ക് ഇതറിയാം. നമ്മുടെ വീട്ടിൽ പിന്നെ പ്ലാവ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇഷ്ടം പോലെ. ഇത് 10 ചുളക്ക് 85 രൂപ. കഴിക്കുക, നീ കഴിക്കുക. കഴിച്ചോ? മധുരം ഉണ്ടോ? നല്ല നല്ല മധുരമുണ്ട്. എനിക്കിത് പച്ചച്ചക്കച്ചുള തന്നെയാണ് ഭയങ്കര ഇഷ്ടമാണ്, പഴുത്തതിനൊക്കെ കൂടുതൽ ഇഷ്ടമാണ്. വീട്ടിലൊക്കെ വെട്ടുമ്പോ ഞാൻ പുഴുങ്ങാൻ വെട്ടുമ്പോ എന്തോരം പച്ച തിന്നുമെന്നറിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെടിയല്ലേ? എനിക്കിഷ്ടമാണ്. എനിക്ക് പഴുത്ത് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊന്നല്ല, ഒരു വട്ടവറ നിറച്ചു. ഞാൻ കഴിച്ചോളാം. നല്ല മധുരം ഉണ്ട്. കഴിക്ക്. ഞാൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് എടുക്കട്ടെ. നീ ബിരിയാണി ഉണ്ടാക്കുമ്പോഴേക്കും ഞാനിവിടെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. അപ്പൊ ക്ലീനിങ്ങും കഴിയും, ഉച്ചത്തെ ലഞ്ച് ഉണ്ടാക്കലും കഴിയും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വെയിലാറുമ്പോ മുടി വെട്ടാനൊക്കെ പോവാം. മുടി വെട്ടാൻ പോണം, പിന്നെ ഒന്ന് കറങ്ങിട്ട് വരാം ഉച്ചയ്ക്ക് ശേഷം. ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോണതിന് മുമ്പ് ഞാൻ ബസ്മതി റൈസ് 2 കപ്പ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വെള്ളം തോരാനായിട്ട് ഇവിടെ സ്ട്രെയിനറിൻ്റെ അടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1/2 കിലോ ചിക്കനും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അതും ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് നന്നായിട്ട് ചിക്കനെ പുരട്ടി വെക്കട്ടെ. അങ്ങനെ ഇഞ്ചി, വെളുത്തുള്ളി, തൈര്, ഉപ്പ് അങ്ങനെ എല്ലാം നല്ലോണം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അങ്ങനെ ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൽ ഉണ്ടാക്കിയാൽ മാത്രം മതി. ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലായിട്ട് ഉണ്ടാക്കണേ. കുക്കർ ചൂടാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ ശേഷം അതിലേക്ക് 1.5 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ബാക്കി ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഓയിലൊക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് 3 ഗ്രാമ്പു, 3 ഏലക്ക, കറുവപ്പട്ട, പിന്നെ ബേ ലീഫ് അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് പയ്യെ വഴറ്റിയെടുക്കാം. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് 3 സവോള സ്ലൈസായിട്ട് കനം കുറഞ്ഞ അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള നമ്മുടെ സവാളയൊക്കെ ഇവിടെ വഴണ്ടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു തക്കാളിയും കൂടെ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി പയ്യെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവുന്നോടം വരെ വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ. സവോളയൊക്കെ ഏകദേശം വരണ്ട് വന്നപ്പോൾ ഞാൻ അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും പിന്നെ 1 പച്ചമുളക് ചതച്ചത്, പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു 30 സെക്കൻഡ് ഇളക്കിയെടുക്കാം, അതിൻ്റെ പച്ചമണം മാറുന്നോടം വരെ. അടുത്ത ഞാൻ ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.25 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 3/4 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നോടം വരെ എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അടുത്തായിട്ട് നമ്മൾ ആദ്യം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മല്ലിയിലയും
പിന്നെ 1 ടീസ്പൂൺ തൈരും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൻ്റെ വെയിറ്റ് ഇടാതെ ഇത് അടച്ചു വെച്ചിട്ട് ഒരു 3 to 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അത്രയും മതിയാകും. മാക്സിമം പോയാൽ ഒരു 5 മിനിറ്റ്. അങ്ങനെ അതാ മീഡിയം ഫ്ലെയിമിൽ ഒരു 3 to 5 മിനിറ്റ് വെയിറ്റ് ഇടാതെ അത് വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് വരെ വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ദേ കുക്കറിൻ്റെ മൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ചിക്കൻ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം ഇവിടെ കഴുകി വെച്ച ബസ്മതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ബസ്മതി റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 1 ടീസ്പൂൺ നെയ്യ്, മല്ലിയില, പുതിനയില, പിന്നെ 1.5 അല്ലെങ്കിൽ 1.25 കപ്പ് വെള്ളം. വെള്ളത്തിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യം വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ, ഒരു വിസിൽ വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് സ്റ്റീം പോണോടം വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് വെന്തിരിക്കുന്നത് കാണാം. നമ്മുടെ സോനൂട്ടിന്റെ ബിരിയാണി റെഡിയായി. സോനൂസ് ബിരിയാണി കഴിച്ചു നോക്കാം. കഴിച്ചോട്ടെ സോനു. ഞാൻ 1-2 തവണ ഉണ്ടാക്കിയിട്ടില്ല, വലിയ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതൊക്കെ സൂപ്പർ ആയിരുന്നു. ഞാൻ കഴിച്ചു നോക്കാം കേട്ടോ. വിശക്കണോ ഉണ്ടാവും. കഴിച്ചു. നന്നായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയല്ലേ കുഴപ്പമില്ല. ഞാൻ ഏറ്റവും അതിന് ഉണ്ടാക്കിയപ്പോഴായിരുന്നു കൂടുതൽ നന്നായിട്ട് വന്നല്ലേ. ഇത് നന്നായിട്ട് ഉണ്ട്, നന്നായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ വന്നു. അതേ ചേരുവകൾ തന്നെയല്ലേ ഇന്ന് ഉച്ചക്ക് ചോറ് തന്നെ ഉണ്ട്. അപ്പൊ ഒരു ദിവസം മാറ്റി പിടിക്കാന്ന് കരുതി. അതേ ഇവിടെ ഇപ്പൊ വാങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾ കഴിക്കട്ടെ അല്ലേ? കഴിച്ചിട്ട് കാണാം. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് കുറച്ചു നേരം ഇവിടെ വന്ന് കിടക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് വേണം പുറത്ത് പോകാനല്ലേ? അതെ, ഒന്ന് സോനുവിന് മുടി വെട്ടിക്കാൻ വേണ്ടി പോവാം. എനിക്കും ഒന്ന് മറ്റേ ട്രിം ചെയ്യാം. അപ്പൊ നമുക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് പോരാം. കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ചു നേരം ഒന്ന് കിടന്നിട്ട് പോവാം. അതെ, എത്ര നേരം ബുക്കിംഗ് ആയിരുന്നു. പിന്നെ നികേഷനോട് ക്ലീനിങ് ആയിരുന്നു. അപ്പൊ കുറച്ചു നേരം ഇനി ഏതായാലും ഒന്ന് റെസ്റ്റ് എടുക്കണം. ഭയങ്കര ചൂടാ, ഒരു രക്ഷയില്ലാത്ത അല്ലേ? അപ്പൊ നമുക്ക് ഇച്ചിരി നേരം മയങ്ങാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 10-15 മിനിറ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ഉടനെ തന്നെ പോവാട്ടോ. ഒരു 10-15 മിനിറ്റ് എടുത്താൽ മതി. നികേഷേട്ടാ യാത്ര ആയി കഴിഞ്ഞില്ലേ? എത്ര നേരമായി യാത്ര ചെയ്യാൻ നോക്കിട്ട്? ഒരു മിനിറ്റ് ഓക്കെ. പിന്നെ എനിക്കൊരു ബനിയനും ജീൻസ് എടുത്തിട്ടാ. ഞാൻ നന്നായിട്ടില്ലേ? പോവാ. ഞങ്ങള് കുറച്ചു നേരം കിടന്നു വന്നിട്ട് എണീറ്റു. ഇനി മുടി വെട്ടാൻ പോവാണ് പുറത്തേക്ക്. ഓഫ് കിട്ടുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ഇതൊക്കെ പുറത്തു പോകാനുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഒരു ദിവസം ഓഫ് കിട്ടിയപ്പോ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നടത്താം. അതെ, മുടി വെട്ടിയിട്ടൊക്കെ വരാം. പുറത്ത് പോകാം. അങ്ങനെ ഹെയർ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയില്ലേ? സോനു ഹെയർ കട്ട് ചെയ്തു, ഞാനൊന്ന് ബിയേർഡ് ട്രിം ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. ഇനി നമുക്കൊരു ഐസ്ക്രീം കഴിച്ചിട്ട് പോവാം. ഐസ്ക്രീമോ ഫലൂഡ് അങ്ങനെ എന്തെങ്കിലും. ബിരിയാണി കഴിച്ചിട്ട് പറഞ്ഞേരായി. ഒന്ന് കഴിച്ചിട്ട് പോവാം. ഇവിടെ അടുത്തുള്ള ബേക്കറിയിൽ കയറാം. ശരി.
നോക്കാം എന്താ. ഞങ്ങള് ഫലൂഡ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ്. മുടി വെട്ടി കഴിഞ്ഞപ്പോ ഫലൂഡ കഴിക്കാന്ന് വിചാരിച്ചു. കൊതിയാട്ടോ. എന്നിട്ട് ഇപ്പൊ പറയും ഞാൻ പറഞ്ഞിട്ടാ പറഞ്ഞത്. അപ്പൊ വരുന്നുണ്ട്, ഫലൂഡ ഓർഡർ കൊടുത്തിട്ടുണ്ട്. വരട്ടെ, കഴിച്ചിട്ട് പിന്നെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. നമ്മള് ചായക്കുള്ളതൊക്കെ മേടിച്ചു. ചായ കുറച്ച് കഴിഞ്ഞാൽ കുടിക്കാം. ഇപ്പൊ സമയം 3:30 ആയിട്ടുള്ളൂ. ഒരു 5:30 ആവുമ്പോ ചായ കുടിക്കാം. ഫലൂഡ കഴിക്കാന്ന് വിചാരിച്ച് ഓർഡർ കൊടുത്തപ്പോ ഫലൂഡ ഇല്ലാന്ന് വന്ന് പറഞ്ഞു. അപ്പൊ ഷാർജ ഷേക്ക് ഉണ്ട്, എന്നാൽ ഷാർജ ഷേക്ക് കുടിച്ചിട്ട് പോവാൻ വെച്ചു. അപ്പൊ ഓർഡർ കൊടുത്തിട്ട് കൊതിയൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോവാം. മുടിയൊക്കെ വെട്ടി ഒക്കെ കഴിഞ്ഞ് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാൻ വിചാരിച്ചു. ഹെവി ആയിട്ട് ഇപ്പൊ ബിരിയാണി കഴിച്ചാൽ വീട്ടിൽ നിന്ന് ബിരിയാണി കഴിച്ചതുകൊണ്ട് ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്തെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്ന് വെച്ചാൽ. അപ്പൊ അത് ഷാർജ ഷേക്ക് ഓർഡർ കൊടുത്തിട്ട് ഇരിക്കുകയാണ്. ലൂഡ കഴിക്കായിരുന്ന നികേഷന്റെ മുമ്പിലേക്ക് ഷാർജ ഷേക്ക് ആയിട്ട് വന്നിട്ടുണ്ടല്ലേ. സാരില്ല, ഷാർജ ഷേക്ക് ഷാർജ ഷേക്ക് അത് മതി കഴിക്കുക. ഷാർജ ഷേക്ക് ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇനി നേരെ വീട്ടിലേക്ക്. വേറെലേക്ക് പരിപാടി ഉണ്ടാവും. ഒരു പരിപാടി ഇല്ല, വീട്ടിലേക്ക് അല്ല. പിന്നെ നേരെ വീട്ടിൽ ചായ കുടിക്കാനിരിക്കുകയാണ്. ഷാർജ ഷേക്ക് ഒക്കെ കുറച്ച് നേരം മുമ്പ് കഴിച്ച കാരണം ഇന്ന് ഇച്ചിരി ലേറ്റ് ആയി ചായ കുടിക്കാൻ. കുറച്ച് അത് കഴിച്ചതൊക്കെ ഒന്ന് ഡൈജസ്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പൊ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മൾ രാവിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച കൊഴുക്കട്ടയുണ്ട്, മറ്റേ ഇലയുണ്ട്, അട ഉണ്ട്. കഴിക്കാതെ വയറില്ലേ? എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. പുറത്ത് പോയി ഷേക്ക് കുടിച്ചോണ്ടേ ഉച്ചക്ക് ബിരിയാണി ഇല്ലേ, അപ്പൊ അത് നല്ല ഹെവി ആയി പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഷേക്ക് കുടിച്ചു. അതുകൊണ്ട് പോവാനുള്ള വയറ്റിലേക്ക് ഇനി പോകാൻ സ്ഥലമില്ല. ഷേക്ക് കുടിച്ചാലും ഇങ്ങനത്തെ ഒക്കെ കേറും, ഇടയിൽ ഇങ്ങനത്തെ ഒക്കെ കഴിക്കും. പക്ഷെ ചോറ് കഴിക്കുമ്പോ കുറച്ചേ കഴിക്കാറുള്ളൂ. പക്ഷെ ഇടയിലുള്ള ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എപ്പോഴും ഞാൻ റെഡിയാണ്. സോനു കഴിക്കാൻ പിന്നാക്കാം. കഴിച്ചു ഒന്ന് എടുത്ത് കഴിച്ചു. കോഴിക്കോട്ട് അത് മതി, അത് വേണ്ട. ഞാൻ അവിടെ മേടിച്ചപ്പോഴും ഓരോ മതി എന്ന് പറഞ്ഞാതാ. കോഴിക്കോട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട്. സൂര്യൻ്റെ അകത്ത് വെച്ചാണ് ശർക്കരയും തേങ്ങയും, പിന്നെ നല്ല ടേസ്റ്റാ. ഇങ്ങനെ ഓഫ് കിട്ടുമ്പോ വല്ലപ്പോഴായിട്ട് ഞങ്ങൾ വീട്ടിലും എവിടെയും പോവാതെ ഇവിടെ തന്നെ ഇരിക്കാറുള്ളൂ അല്ലേ. അല്ലെങ്കിൽ നമ്മള് മിക്കപ്പോഴും ഒന്നെങ്കിൽ വീട്ടിൽ പോവും, അങ്ങനെ അല്ലെങ്കിൽ എവിടെയെങ്കിലും കറങ്ങാൻ പോകും. വളരെ ചുരുക്കമാണ് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു ഇത്. ഇന്നും നമ്മള് അവിടെ അടുത്ത് പോയി, രാവിലെ പുറത്ത് പോയി സൂപ്പർ മാർക്കറ്റില് ഇറച്ചി മേടിക്കാൻ പോയി. ഉച്ചയ്ക്ക് ശേഷം നമ്മള് പുറത്ത് പോയി മുടി വെട്ടാൻ പോയി. ഇനി പറ്റിയ കുറച്ചു നേരം കഴിയുമ്പോ പുറത്തെവിടെ നടക്കണം. ഇവിടെ അടുത്ത് അപ്പാർട്ട്മെന്റിന്റെ താഴെ നടക്കാൻ കുറെ സ്ഥലമുണ്ട്, അവിടെയൊക്കെ ഒന്ന് നടക്കാൻ പോയി. സൂര്യാസ്തമയത്തിന്റെ സമയമായി തുടങ്ങി. രസല്ലേ? ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കും രണ്ടാളും. എന്നിട്ട് സൂര്യാസ്തമയൊക്കെ ഇങ്ങനെ കാണും. ഇവിടെ ഈ ഫ്ലാറ്റ് ജീവിതത്തില് നമുക്ക് ഏറ്റവും ഒരു റിലാക്സ് കിട്ടുന്ന ഈ ബാൽക്കണി വന്നിരിക്കണ. അത് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കൊക്കെ അറിയായിരിക്കും. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ 4 ചുവരുകള് താഴെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് നടക്കാൻ. എന്നാലും നമ്മളിവിടെ റൂമിന്റെ അകത്ത് ഇരിക്കുമ്പോ ഇടയ്ക്ക് ഒരു റിലാക്സ് ചെയ്യാൻ ഇവിടെ വന്ന് നിൽക്കുക. ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോ നല്ല കാഴ്ചകളും പക്ഷികളും ഇങ്ങനെ പറന്നു പോണ കാണാം, സൂര്യാസ്തമയം കാണാം. അങ്ങനെ ഇവിടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ വർത്താനം പറയും ഞങ്ങളിപ്പോ. അപ്പൊ ആ ഫ്രഷ് എയറും കിട്ടുമല്ലോ. മറ്റത് അടച്ചു കൂട്ടിയിട്ട് ഫ്ലാറ്റിന്റെ ഉള്ളില്
നമുക്ക് താഴെ ഒന്ന് നടക്കാൻ പോവാം. നടക്കാൻ പോവാം. താഴെ കുറച്ച് നടന്നു വരാം, അപ്പോഴേക്കും ഇരുട്ടാവും. ഇപ്പൊ തന്നെ പയ്യെ സന്ധ്യ തുടങ്ങിയിട്ടുണ്ട്. വെയിലൊക്കെ മാറി, അതുകൊണ്ട് പയ്യെ നടക്കാന്ന് ഓർത്താ പോയാലോ? താഴേക്ക് പോകാം. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ നടക്കാൻ വേണ്ടി ഇറങ്ങാറുണ്ട്, രണ്ടാളും കൂടിയിട്ട്. ഇവിടെ വന്നിരുന്നിട്ട് ഞങ്ങളിങ്ങനെ കുറേ സംസാരിക്കും, ആ ദിവസങ്ങളിൽ നടന്നത് അല്ലെങ്കിൽ ആ ആഴ്ചയിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ രണ്ടാളും കൂടിയിട്ട് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കും ഇവിടെ. നല്ലൊരു രസമാണ്, നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്, നല്ലൊരു എൻവയോൺമെൻറ്റ്, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. സന്തോഷം. സോനു ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, പക്ഷെ ഞങ്ങൾ നടക്കാൻ വരികയല്ല, അത് ഏറ്റവും വലിയ ജോലിയും വേറെ ഓരോ തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും അല്ലേ. എന്നാലും സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ വരാറുണ്ട്. അതെ. കുളിയൊക്കെ കഴിഞ്ഞ ഫ്രഷായിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുക, ടി വി കാണുന്നുണ്ട്, ന്യൂസ് കാണും. സീരിയല് കാണാറില്ല രണ്ടാളും, ന്യൂസ് കാണും. പിന്നെ നമ്മുടെ സ്റ്റാർ സിംഗർ ഒക്കെ പറ്റിയാണെങ്കിൽ കാണും, ബിഗ് ബോസ് പറ്റിയാണെങ്കിൽ കാണും. ബിഗ് ബോസ് ഞാൻ കാണില്ല ഇവിടെ, ഞാനാണ് കാണാറ്. അപ്പൊ അങ്ങനെ എന്നാലും സീരിയല് കാണാറില്ല, ബാക്കിയെല്ലാം ഇരുന്ന് കാണും. അപ്പൊ ഇപ്പൊ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. വേറെന്താ വിശേഷങ്ങളൊക്കെ സോനു പറയാന്? എന്താ, അങ്ങനെ ഒരു ദിവസം അങ്ങനെ പോയി. ഒരു ഓഫ് ദിവസം, ഓരോ ദിവസവും വ്യത്യസ്ത ദിവസങ്ങൾ തന്നെയാണ് നമുക്ക് അല്ലേ. ഓരോ ഓഫിനും പല രീതിയിലാണ്. ഓരോ ദിവസങ്ങള് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഇപ്പൊ നമ്മള് മുമ്പും ഇതുപോലെ അല്ലേ നമ്മള് ഡേ ഇൻ അവർ ലൈഫ് ഇട്ടിട്ടുണ്ട്, അതും ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ പോകുന്നു. അത് നമുക്ക് മാത്രല്ല, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അല്ലേ. എല്ലാവർക്കും ഒരു ദിവസം, ഓരോ ദിവസങ്ങളും വ്യത്യസ്ത രീതിയിലാവും പോവാ. ചില ദിവസങ്ങൾ സന്തോഷമായിരിക്കും, ചില ദിവസം ചിലപ്പോ വിഷമായിരിക്കും അല്ലെ, പല രീതിയിലായിരിക്കും അങ്ങനെ. അപ്പൊ ഇന്നത്തെ ദിവസം എന്തായാലും നമുക്ക് അല്ലെ കുഴപ്പമില്ലാതെ പോയി. വലിയ അടിപൊളിയൊന്നും അല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ലാതെ പോയൊരു ദിവസമാണെന്ന്. പിന്നെ വേറെന്ത് വിശേഷങ്ങളാ? പിന്നെ ഫുഡിനുള്ളതൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കുളിച്ചത്. ഇനി കുറച്ചു നേരം കഴിയുമ്പോ ഇരിക്കും, ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും, അല്ലെങ്കിൽ മൊബൈലിൽ ഞെക്കിയിരിക്കും, ടി വി കാണും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് കഴിക്കുക, കുറച്ച് കഴിഞ്ഞാ പിന്നെ കിടക്കുക, അത്രേ ഉള്ളൂ. രാത്രി പിന്നെ വേറെ പരിപാടികളൊന്നും ഇല്ല. നമ്മൾ എത്ര ആളായില്ലേ സിനിമയ്ക്കൊക്കെ പോയിട്ടല്ലേ? അടുത്ത പിന്നത്തെ ആഴ്ച നമ്മൾ എപ്പോഴും പോയിരുന്നു സിനിമയ്ക്ക്. പിന്നെ ആ ഒരു കൊറോണ ടൈമും വന്നോടുകൂടിയിട്ട് പിന്നെ പോവാണ്ടായപ്പോ പിന്നെ തീരെ പോവാണ്ടായി. അതുണ്ടായിരുന്നു. മറ്റേ എപ്പോഴും പോയിരുന്ന തന്നെയാണ് സിനിമയ്ക്ക്. നമ്മള് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം, പോയി തുടങ്ങുമ്പോ വീണ്ടും ഒരു തവണ പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ വരുന്ന സിനിമകളൊക്കെ ഒരു മാസം കഴിയുമ്പോഴേക്കും ടി വിയിൽ വരിക. ആ മിന്നൽ മുരളി ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വന്നപ്പോ കണ്ടു. കഴിഞ്ഞ ആഴ്ച ഇല്ല വന്നത്, ഞാൻ ഇരുന്ന് കണ്ടേ. അപ്പൊ അത് തിയേറ്ററിൽ വന്നപ്പോ ഒന്നും കാണാൻ പറ്റിയില്ല. തിയേറ്ററിൽ വന്നോ ആ സിനിമ, OTT ആണോ എനിക്കറിയില്ല. അത് ഇറങ്ങിയപ്പോ എനിക്ക് കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് തന്നെ അതിപ്പോ വിഷുവിന് TV വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വേഗം പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഒരു സിനിമ ഇറങ്ങി 3 വർഷം കഴിയുമ്പോഴൊക്കെയാ TV വരിക. ഇപ്പൊ അതുപോലെ ഇല്ലല്ലോ, സിനിമ ഇറങ്ങിയാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും TV വരാം. അതാണ് വേറൊരു കാരണം, തിയേറ്ററിലേക്ക് അധികം പോവാതിരിക്കുന്നതിന്റെ കാരണം അതും കൂടിയാണ്. എന്താ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങള്? ഇപ്പൊ നിങ്ങളിടുന്ന കമന്റ്സ് മുഴുവൻ സോനു മാത്രമല്ല ഞാനും കൂടി വായിക്കാറുണ്ട് കേട്ടാ. മുമ്പ് ആദ്യം ഞാൻ വായിക്കാറുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അധികം സമയമില്ലാത്ത കാരണം വായിക്കാറില്ല. ഇപ്പൊ വരുന്ന എല്ലാ കമന്റ്സും ഞാനും ഇരുന്ന് വായിക്കാറുണ്ട്. സന്തോഷം. നിങ്ങളുടെ പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട്, അതില് ഒക്കെ വായിക്കാറുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക എന്ന് പറയാറുണ്ട്, വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കണം എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ വിശേഷങ്ങളും അതിൻ്റെ അടിയിൽ എഴുതുന്നൊക്കെ വായിക്കുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം.
എന്താണ് സ്വന്തം പറയാനുള്ളത്? നമുക്ക് കുറച്ചേരം ചെയ്യേണ്ടിരിക്കാം. അതന്നെ ഞങ്ങളുടെ ലോകം ഇതാണ്. എനിക്ക് സോനു ഞാനും മാത്രമേ ഉള്ളൂ. എന്റെ വീട്ടുകാരൊക്കെ ഉണ്ട്, പിന്നെ അവരൊക്കെ വീട്ടിലാണല്ലോ. ഇവിടെ ഒരുമിച്ച് ഞങ്ങൾ മാത്രമാണ്. അപ്പൊ മിണ്ടിയും പറഞ്ഞു, ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ചെറുതായിട്ട് തല്ലൂട്ടം ഉണ്ടാവും, പക്ഷെ ഇന്നൊന്നും ഇല്ല അല്ലേ? ഇന്നൊക്കെ അത് വരും. നിങ്ങൾ ഒരിക്കലും വഴക്കൊക്കെ കൂടാറില്ലേ? അതൊക്കെ ഉണ്ട് കേട്ടോ. അതല്ല എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട്. ഇനി വഴക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അഭിനയമായിരിക്കും. വഴക്കൊക്കെ ഉണ്ട്. ഒരു ചേച്ചി ഇതിൽ പറഞ്ഞിട്ടായിരുന്നു, എപ്പോഴും ഇങ്ങനെ റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കാതെ ഇടയ്ക്ക് ഒരു ഡിഷും ഒക്കെ ആവുക എന്ന് പറഞ്ഞിട്ട് ചേച്ചി കമന്റ് അതില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഡിഷും ഒക്കെ ഉണ്ട്, പക്ഷെ ഇന്നൊന്നും ഇല്ല. ഉണ്ട് വെച്ചെങ്കിൽ നമ്മൾ കാണിക്കാം. പക്ഷെ ഡിഷും ഉണ്ടായാലും കുറച്ച് കഴിയുമ്പോ മാറും. കാരണം പരിധി വിട്ട് വഴക്ക് ഞങ്ങള് മുന്നോട്ട് പോകില്ല. ആ രാത്രി കഴിയുമ്പോഴേക്കും കിടന്നുറങ്ങാറാവുമ്പോഴേക്കും പറഞ്ഞു തീർക്കും. പിറ്റേ ദിവസത്തേക്കൊന്നും വെക്കില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തി കഴിഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ആരുടെ കയ്യിൽ തെറ്റുപറ്റിയാലും, ഇപ്പൊ എന്റെ കയ്യിൽ തെറ്റുപറ്റിയാലും സോണിയുടെ കയ്യിൽ തെറ്റുപറ്റിയാലും നമ്മളത് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് അവസാനിച്ചു. അത്രയേ ഉള്ളൂ. അപ്പൊ നീ കുറച്ചു നേരം കൂടി TV കണ്ടിട്ട് നമുക്ക് കഴിക്കാം, ഫുഡ് കഴിക്കാൻ വയ്ക്കാം. അങ്ങനെ ഞങ്ങള് TV ഒക്കെ കുറച്ചു നേരം കണ്ടു കഴിഞ്ഞ് ഇപ്പൊ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പവും മുട്ടക്കറിയാണ് ഞാൻ കഴിക്കണത്. സോനു അപ്പവും കടലയല്ല ഗ്രീൻ പീസ് കറിയാണ് കഴിക്കുന്നത്. കഴിക്കാം. ഓക്കെ, സമയായി. കഴിക്കട്ടെ കേട്ടാ. നല്ല കറിയാണ്. ഗ്രീൻ പീസ് കറി ആണെങ്കിൽ എടുത്തോ. നിൽപ്പുണ്ട് വേണം. ഫുഡ് കഴിക്കട്ടെ. കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ബിഗ് ബോസ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ബിഗ് ബോസ് കഴിഞ്ഞു. എത്ര നേരം അത്? കൊറേ നേരാ ബിഗ് ബോസ് കഴിഞ്ഞു. കിടക്കാം. അങ്ങനെ ഞങ്ങള് കിടക്കാനുള്ള പരിപാടിയിലാണ്. സമയം ഒരുപാടായി. ബിഗ് ബോസ് ഒക്കെ കഴിയണ വരെ സോനു മൊബൈലിൽ നോക്കിയിരുന്നു. ഞാൻ ഇത് കഴിയണ വരെ ഇങ്ങനെ കണ്ടിരുന്നു. ഇപ്പൊ സമയം കൂടുകയെന്ന് തോന്നുന്നു. ഓരോ ദിവസം കഴിയുമ്പോൾ തോറും അതിന്റെ സമയം കൂടി വരിക. അപ്പൊ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ കിടക്കാനുള്ള പരിപാടിയിലാണ്. ഇതുപോലെയാണ് ഞങ്ങളുടെ ഓരോ ദിവസങ്ങള്. പല ദിവസം പല രീതിയിലാണ്. ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു. ജീവിതത്തിലെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോണു അല്ലേ സോനു? ഇതേ ബെഡില് ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷം. ഈ ജൂലൈ 5-ാം തീയതിക്ക് ആവുകയാണ് 4 വർഷം ഇതേ ബെഡില് അല്ലേ സോനു? നമ്മൾ ഒരുമിച്ച് കിടന്നുറങ്ങി ഈ വീട്ടില് നമ്മുടെ സന്തോഷവും സങ്കടങ്ങളും എല്ലാം പരസ്പരം ഷെയർ ചെയ്ത് ജീവിച്ചു. അപ്പൊ ഓരോ ദിവസവും ഇപ്പൊ ജീവിതത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഒരുപാട് സന്തോഷം. എന്താ സോനു പറയാനുള്ളത്? നിങ്ങളീ കാണുന്നതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം. ഇതൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ്. സന്തോഷാണ്, ഹാപ്പിയാണ് ഞങ്ങള്. കാരണം ഞങ്ങളെ പോലെ ജീവിക്കാൻ പറ്റുന്ന ആൾക്കാര് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയില് കുറവാണ്. നമുക്കറിയാലോ, അധികം ആൾക്കാര് ഞങ്ങളെപ്പോലുള്ള കപ്പിൾ അധികം ആൾക്കാര് പുറത്തു വന്നിട്ടില്ല. ഞങ്ങൾ വന്ന സമയത്ത് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല കപ്പിളായിട്ട്, ഗേ കപ്പിള്. ഇപ്പൊ ഒക്കെ കപ്പിൾസ് വന്നു തുടങ്ങി. ഇപ്പൊ ബിഗ് ബോസിലടക്കം നമ്മൾ കാണുന്നു. അപർണ മൽബറീനെ കണ്ടു, ജാസ്മിൻ കണ്ടു, അശ്വിൻ വന്നിട്ട് നമ്മൾ കണ്ടു, അശ്വിൻ വന്നു പോയത് കണ്ടു. അപ്പൊ അവരൊക്കെ LGBT വിഭാഗത്തിലെ ആൾക്കാരാണ്. അപ്പൊ ഇപ്പൊക്കെ ഒരുപാട് ആൾക്കാർ തുറന്നു പറഞ്ഞു വരുന്നു. അപ്പൊ സന്തോഷം. എന്തായാലും ഇന്ന് നല്ലൊരു ഡേ ആയിരുന്നു. അപ്പൊ നിങ്ങളുടെ കൂടെയാണ് ഇന്ന് ഞങ്ങൾ ഷെയർ ചെയ്തത്. ഞങ്ങളുടെ അല്ലേ, നമ്മുടെ കൂടെ നിങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഇന്ന്. അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പൊ ഞങ്ങൾ കിടക്കാനുള്ള പരിപാടിയിലാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയില് കാണാം അല്ലേ സോനു? എന്തെങ്കിലും സോനുവിന് പറയാനുണ്ടാവോ? ഞങ്ങൾ കിടക്കട്ടെ. അടുത്ത വീഡിയോയില് ഞങ്ങള് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. തീർച്ചയായും. അതുവരെ എല്ലാരും സുഖമായിട്ടിരിക്കുക. ബൈ.